കീരമ്പാറ പഞ്ചായത്തിലെ ചീക്കോട് കൂവപ്പാറ മേഖലകളിൽ കാട്ടാനയുടെ സാന്നിധ്യം. RRTയുടെ നിരീക്ഷണം ശക്തമാക്കാൻ തീരുമാനം. 3 ആനകൾ പ്രദേശത്തുണ്ടെന്നാണ് നിഗമനം. ആന്റണി ജോൺ MLA അടക്കമുള്ളവർ പ്രദേശത്ത് സന്ദർശനം നടത്തി. ചൊവ്വാഴ്ച രാത്രിയിൽ പെരിയാർ നീന്തിക്കടന്നെത്തിയ 3 ആനകൾ ചീക്കോട് കൂവപ്പാറ മേഖലകളിൽ ഉണ്ട് എന്നാണ് നിഗമനം. അതിനാൽ 5-6 വാർഡുകളിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലും കൂവപ്പാറ നഗറിലും സമീപത്തും RRTയുടെയും ആന വാച്ചർമാരുടെയും നിരീക്ഷണം ശക്തമാക്കാനാണ് തീരുമാനം. 2 വർഷം മുൻപാണ് സമാനമായ രീതിയിൽ പെരിയാർ നീന്തിക്കടന്ന് ആനകൾ എത്തിയത്. അന്ന് നാട്ടുകാരും വനം വകുപ്പും ചേർന്ന് ആനകളെ തുരത്തി മറുകര കടത്തിവിട്ടു. ഇപ്പോൾ എത്തിയിട്ടുള്ള ആനകളെയും പെരിയാറിനപ്പുറത്തേക്ക് തുരത്തിവിടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുവാനാണ് തീരുമാനം. കൂവപ്പാറ നഗറിന് സമീപത്തെ കൃഷിയിടങ്ങളിൽ വരെ ആനകൾ എത്തി. ഈ പ്രദേശങ്ങൾ ആന്റണി ജോൺ MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു. കീരമ്പാറ പഞ്ചായത്തിലെ ചീക്കോട് പ്രദേശത്ത് കൂടിയിട്ടാണ് മിനിഞ്ഞാന്ന് രാത്രിയിൽ 3 ആനകൾ ഈ പ്രദേശത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. നേരത്തെ ചാരുപാറയിൽ ഇതിന് സമാനമായ സംഭവം ഉണ്ടായിരുന്നു. അത് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി ആനകളെ തിരിച്ച് പുഴയ്ക്കക്കര വനത്തിലേക്ക് കയറ്റിവിടുന്ന നിലയിലാണ് അന്ന് അടിയന്തരമായ ഇടപെടൽ ആ ഘട്ടത്തിൽ നടത്തിയത്. അതിനുശേഷം കുറേ മാസങ്ങളായി ഈ പ്രദേശത്ത് ആനകളുടെ ഒരു സാന്നിധ്യം പിന്നീട് കണ്ടിരുന്നില്ല. ഇപ്പോൾ മിനിഞ്ഞാന്നാണ് വീണ്ടും 3 ആനകൾ രാത്രി ഏതാണ്ട് 1 മണിയോട് കൂടിയിട്ടാണ് അവിടെ ചീക്കോട് പാലത്തിനടിയിലൂടെ, ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ പാലത്തിനടിയിലൂടെ ക്രോസ് ചെയ്ത് കടന്നു പോകുന്ന നില ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ വനം വകുപ്പ് വളരെ ജാഗ്രതയോടുകൂടി RRTയുടെ പൂർണ്ണമായ നിരീക്ഷണം വനം വകുപ്പ് RRTയുടെയും അതോടൊപ്പം തന്നെ പ്രത്യേകമായി നിയോഗിച്ചിട്ടുള്ള വാച്ചർമാരുടെയും അടക്കം നിരീക്ഷണം ഈ മേഖലയിൽ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഈ നിൽക്കുന്ന ഈ പ്രദേശത്ത് കൂവപ്പാറ ഈ നഗറിൻ്റെ തൊട്ട് പിന്നിലുള്ള ജനവാസ മേഖലയിൽ കൃഷിയിടത്തിൽ 3 ആനകൾ എത്തിയെന്നാണ് നാട്ടുകാർ അറിയിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് അംഗം സിനി ബിജു, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PK സൈനുദ്ദീൻ, MS ശശി, KO കുര്യാക്കോസ് എന്നിവരും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് Media 60 കോതമംഗലം.